മാലിന്യ നിക്ഷേപ കേന്ദ്രമായി എറണാകുളം പഴയ മാർക്കറ്റ്. പുതിയ മാർക്കറ്റിന്റെ പണി ആരംഭിക്കുന്ന ഘട്ടത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. രാത്രിയിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണിവിടം. കൊച്ചി കോർപ്പറേഷൻ നടപടിയൊന്നും എടുക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. എറണാകുളത്ത് പുതിയ മാർക്കറ്റ് വരുന്നതിന് മുൻപ് കച്ചവടക്കാർ താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. ഇന്നിവിടം ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരിക്കുന്നു, ഒപ്പം ലഹരി സംഘങ്ങളുടെ പ്രധാന താവളവും. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് സാമൂഹ്യ വിരുദ്ധരും അതേപോലെ തെരുവ് നായകളും വാഴണൊരു സ്ഥലമായിട്ട് മാറി. അതേപോലെ തന്നെ വേസ്റ്റ് നിങ്ങളിപ്പോൾ കണ്ടില്ല, ഇവിടെ മുഴുവൻ വേസ്റ്റാണ്. ഇത് മാത്രമല്ല, രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനം, അതേപോലെ മയക്കുമരുന്ന്, കഞ്ചാവ്, അതേപോലെ സിറിഞ്ച് ഉപയോഗിച്ചിട്ടുള്ള മയക്കുമരുന്ന്, അതേപോലെയുള്ള സാമൂഹ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പല പ്രവൃത്തികളും നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ മാർക്കറ്റിന്റെ പണി ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ താൽക്കാലിക മാർക്കറ്റ് നിർമ്മിച്ചത്. പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായതോടെ കച്ചവടക്കാരെല്ലാം അവിടേക്ക് മാറി. ഇന്നത് പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്. എറണാകുളത്താണെങ്കിൽ തന്നെ അറിയാം, പാർക്കിംഗ് ഒരു വലിയൊരു വിഷയമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ. അപ്പോൾ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാമൂഹ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം, അതേപോലെ തന്നെ വേസ്റ്റൊക്കെ ഇവിടെ നിക്ഷേപിക്കുന്ന ഒരു അവസാനമായിട്ട് കാണാൻ പറ്റും. അധികാരികൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നടപടിയാവുള്ളൂ. ദിവസേന ആയിരങ്ങൾ വന്നുപോകുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്നിട്ടും കൊച്ചി കോർപ്പറേഷൻ അധികൃതർ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഉപയോഗശൂന്യമായ ഈ പഴയ മാർക്കറ്റിൽ ഇപ്പോൾ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുകയാണ്, ഒപ്പം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും. ഈ കെട്ടിടം പൊളിച്ചുമാറ്റി ഇത് പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ക്യാമറമാൻ ബാദലിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.